അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ഷെയ്ഖ് അബൂ അബ്ദുല്ലാ ഹംസ അന്നായിബി ഹഫിളഹുല്ലാഹ് രചിച്ച തൻബീഹുൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിലെ അസ്മാഉൽ ഖുർആനിൽ കരീം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് എഴുതിയ ഏതാനും ചില ലേഖനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിന്റെ നാമങ്ങൾ എന്നുള്ളതാണ് ഈ വിഷയത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന തലവാചകം. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം 3 ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ലേഖനം കസറത്തു അസ്മാഇൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിന്റെ നാമങ്ങളിലുള്ള ആധിക്യം. 2 ഔസാഫുൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിന്റെ ഗുണവിശേഷങ്ങൾ, വസ്ഫുകൾ, ഔസാഫുകൾ. 3 അത്തഹ്സീറു മിൻ ഹജ്രിൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആൻ അതിനെ ഉപേക്ഷിക്കുന്നതിനെ തൊട്ടുള്ള താക്കീത്. ഇതാണ് 3 ലേഖനങ്ങൾ. ഈ ഒരു വിഷയമായത്തിൽ ഷെയ്ഖ് എഴുതിയിട്ടുള്ള 3 ലേഖനങ്ങൾ. ഇതിലൊന്നാമത്തെ ലേഖനം കസറത്തു അസ്മാഇൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിന്റെ നാമങ്ങളിലുള്ള ആധിക്യം. ഹംദും സലാത്തും ചൊല്ലിയതിനു ശേഷം ഷെയ്ഖ് ഹഫിളഹുല്ലാ പറയുന്നു, ഇന്നൽ ഖുർആൻ അൽ കരീം അയ്യുഹൽ അഹിബ്ബ ഹുവ കലാമുല്ലാഹിൽ അലീം. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അലീമായ അള്ളാഹുവിന്റെ കലാമാകുന്നു, വാക്യങ്ങളാകുന്നു. വസിറാത്തുൽ മുസ്തഖീം, ആ അള്ളാഹുവിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീമാകുന്നു വിശുദ്ധ ഖുർആൻ. അഥവാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് ആയത്തിന്റെ തഫ്സീറിൽ സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അഭിപ്രായം, സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് വിശുദ്ധ ഖുർആനാണ്. ഇതാണ് ഷെയ്ഖ് പറയുന്നത്, വസിറാത്തുൽ മുസ്തഖീം, അവനിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീമാണ് വിശുദ്ധ ഖുർആൻ. അല്ലദീ അൻസലഹു അലാ ഖാതമിൻ നബിയ്യീൻ വസയ്യിദുൽ മുർസലീൻ. ആ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അന്ത്യപ്രവാചകനായ, പ്രവാചകന്മാരുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ ഇറക്കപ്പെട്ടുള്ള ഗ്രന്ഥമാണ്. ഷഹിദ ബിഹി സുബ്ഹാനഹു അലാ റിസാലത്തിഹി, ആ പ്രവാചകന്റെ പ്രവാചകത്വത്തിന് അല്ലാഹു തആല സാക്ഷ്യം നൽകിയിരിക്കുന്നത് ഈ വിശുദ്ധ ഖുർആനെ കൊണ്ടാണ്. വഖുതിമത് ബിഹി അൽ കുതുബുസ് സാബിക, മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ അല്ലാഹു തആല അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വിശുദ്ധ ഖുർആനെ കൊണ്ടാണ്. വതകഫല ബിഹിഫ്ലിഹി മിനത് തഹരീഫി വത്തഈരി വത്തബ്ദീൽ, ആ വിശുദ്ധ ഖുർആനിന് എല്ലാവിധത്തിലുള്ള മാറ്റത്തിരുത്തലുകളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നുള്ളത് അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായിട്ടും ഈ വിശുദ്ധ ഖുർആൻ, ഈ ദിക്റാകുന്ന വിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയിരിക്കുന്നത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. സൂറത്തുൽ ഹിജ്റിന്റെ 9-ാമത്തെ ആയത്താണ്. യഖൂൽ ഷെയ്ഖ് അസ്സഅദി റഹിമഹുല്ലാ, ഷെയ്ഖ് നാസിറുദ്ദീൻ അസ്സഅദി റഹിമഹുല്ലാ പറയുന്നു, ഐ ഫി ഹാലി ഇൻസാലിഹി വ ബഅദ ഇൻസാലിഹി, അഥവാ ഈ വിശുദ്ധ ഖുർആൻ ഇറക്കുന്ന വേളയിലും ഇറക്കിയതിനു ശേഷവും ഉള്ള ഈ ഖുർആനിന്റെ സംരക്ഷണം അത് നാം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. ഫഫി ഹാലി ഇൻസാലിഹി, വിശുദ്ധ ഖുർആൻ ഇറക്കുന്ന വേളയിലുള്ള അതിന്റെ സംരക്ഷണം എന്നുള്ളത് ഹാഫിളൂന ലഹു മിൻ ഇസ്തിറാഖി കുല്ലി ശൈത്വാനിർ റജീം, എല്ലാ ആട്യകേറ്റപ്പെട്ടവനായ പിശാചിൽ നിന്നും ഉള്ള അതിന്റെ കട്ടുകേൾവി, പിശാചിന്റെ കട്ടുകേൾവി, അതിൽ നിന്ന് അല്ലാഹു തആല സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. വബഅദ ഇൻസാലിഹി, ആ വിശുദ്ധ ഖുർആൻ ഇറക്കിയതിനു ശേഷമുള്ള അതിന്റെ സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔദഅഹുല്ലാഹു ഫീ ഖൽബി റസൂലിഹി, അല്ലാഹു തആല ആ ഖുർആനിനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു, അതിൽ സ്ഥാപിച്ചു. വസ്തൗദഅഹു ഫീഹ, അങ്ങനെ ആ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ആവശ്യപ്പെട്ടു. സുമ്മ ഫീ ഖുലൂബി ഉമ്മത്തിഹി, അതിനുശേഷം ആ പ്രവാചകന്റെ ഉമ്മത്തിന്റെ ഹൃദയങ്ങളിലും. വഹഫിളല്ലാഹു അൽഫാലഹു മിനത് തഗ്യീരി ഫീഹ വസിയാദതി വന്നഖ്സ്, ആ വിശുദ്ധ ഖുർആനിന്റെ അൽഫാലുകളിൽ വരുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള ഏറ്റക്കുറച്ചിലുകളിൽ നിന്നും അല്ലാഹു തആല അതിന്റെ അൽഫാലുകളെ സംരക്ഷിച്ചിട്ടുണ്ട്. വമഅനീഹി മിനത് തബ്ദീൽ, അതിന്റെ ആശയങ്ങളിൽ മാറ്റത്തിരുത്തൽ വരുന്നതിൽ നിന്നും അല്ലാഹു തആല അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ഫലാ യുഹർരിഫു മുഹർരിഫുൻ മഅനൻ
മിൻ മആനിഹി ഇല്ലാ വഖയ്യദല്ലാഹു ലഹു മൻ യുബയ്യിനുൽ ഹഖ്ക അൽ മുബീൻ. അതുകൊണ്ട് തന്നെ ഒരാളും തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെ ഹർഫുകളിൽ തഹരീഫ് വരുത്തുകയില്ല, അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുകയില്ല. എങ്ങനെയല്ലാതെ ആ ഒരു കാര്യത്തെ പുറത്ത് കാണിക്കുന്ന, അതിന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന ഒരാളെ അള്ളാഹു താല നിയോഗിച്ചിട്ടല്ലാതെ, അഥവാ ആരൊക്കെ അതിന് ശ്രമിച്ചാലും അതിന്റെ ഒക്കെ യാഥാർത്ഥ്യം, അതിന്റെ പിന്നിലൊക്കെയുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന ഒരാളെ അള്ളാഹു താല നിശ്ചയിക്കുമെന്നാണ്. വഹാദാ മിൻ അഅ്ളമി ആയാത്തില്ലാഹി വനിഅമിഹി അലാ ഇബാദിഹിൽ മുഅ്മിനീൻ. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു നിയാമത്താണ്, അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തവുമാണ്. ഇത് ഷെയ്ഖ് നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ സഅദിയിൽ പറഞ്ഞതാണ്. അയ്യുഹൽ അഹിബ്ബ ഇന്ന കസറത അസ്മാഇ ശൈഇ വതഅദ്ദുദു നഅൂതിഹി ദലീലുൻ അലാ ശറഫിഹി വഫളിഹി. സഹോദരന്മാരെ, ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വസ്തുവിന് ഉള്ള പേരുകളുടെ ആധിക്യം അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളുടെ ആധിക്യം, അത് ആ വസ്തുവിന്റെ, ആ കാര്യത്തിന്റെ ഷറഫിനെ, ഫളിലിനെ, ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നതെന്നാണ്. അഥവാ അറബി ഭാഷയിൽ ശ്രേഷ്ഠതയുള്ള വസ്തുക്കൾക്ക് ഒന്നിലധികം പേരുകൾ കാണാൻ കഴിയും. ശ്രേഷ്ഠതയും മഹത്വവും കൽപ്പിക്കുന്ന വസ്തുക്കൾക്ക് ധാരാളം പേരുകൾ കാണാൻ കഴിയും. ഇത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. യഖൂലുൽ ഇമാം അൻ-നവവി റഹിമഹുല്ലാ, ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, വഅലം അന്ന കസറത്തൽ അസ്മാഇ തദുല്ലു അലാ ഇളമിൽ മുസമ്മ. നീ അറിയണം, വഅലം നീ അറിയണം, അന്ന കസറത്തൽ അസ്മാ, പേരുകളുടെ ആധിക്യം, തദുല്ലു അലാ ഇളമിൽ മുസമ്മ, പേരുകളുടെ ആധിക്യം അത് അറിയിക്കുന്നത് ആ പേര് പറയപ്പെടുന്ന കാര്യത്തിന്റെ ഇളമിനെ, അതിന്റെ മഹത്വത്തെയാണെന്നാണ്. കമാഫി അസ്മാ ഇല്ലാഹി തആല, ഏതുപോലെ? അള്ളാഹുവിന്റെ അസ്മാകളെ പോലെ. അള്ളാഹുവിന് നമുക്കറിയാമല്ലോ ധാരാളം നാമങ്ങളുണ്ട്. ഈ അള്ളാഹുവിന്റെ നാമങ്ങളിലുള്ള ഈ ആധിക്യം അത് വിരൽ ചൂണ്ടുന്നത് ആ അള്ളാഹുവിന്റെ ഇളമിലേക്കാണ്, അവന്റെ മഹത്വത്തിലേക്കാണ്. വസ്മാഉ റസൂലിഹി, അതുപോലെ തന്നെ വസ്മാഇ റസൂലിഹി, ആ പ്രവാചകന്റെ നാമങ്ങളിലുള്ള ആധിക്യം അത് ആ പ്രവാചകന്റെ ശ്രേഷ്ഠതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഹ്ദീബുൽ അസ്മാ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. വലിഹാദ അയ്യുഹൽ അഫാദിൽ ഖസ്സല്ലാഹു സുബ്ഹാനഹു അൽ ഖുർആൻ അൽ കരീം ദൂന സാഇരിൽ കുതുബിസ് സമാവിയ. അതുകൊണ്ട് തന്നെ മറ്റൊരു മുൻകഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾക്കും ഇല്ലാത്ത ധാരാളം നാമങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആനെ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. കുല്ലുഹ തദുല്ലു അലാ ശറഫിഹി വമകാനതിഹി. ആ നാമങ്ങളെല്ലാം തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആ വിശുദ്ധ ഖുർആനിന്റെ ഷറഫിനെയും മഹത്വത്തെയും അതിന്റെ സ്ഥാനത്തെയുമാണ്. യഖൂലുൽ ഫൈറൂസാബാദി റഹിമഹുല്ലാ, ഇമാം ഫൈറൂസാബാദി റഹിമഹുല്ലാ പറയുന്നു, ഇഅലം അന്ന കസറത്തുൽ അസ്മാഇ തദുല്ലു അലാ ശറഫിൽ മുസമ്മ. ഇഅലം നീ അറിയണം, അന്ന കസറത്തുൽ അസ്മാഇ നാമങ്ങളിലുള്ള ആധിക്യം, തദുല്ലു അലാ ശറഫിൽ മുസമ്മ ആ നാമം പറയപ്പെടുന്ന, ആ പേര് പറയപ്പെടുന്ന കാര്യത്തിന്റെ ഫളിലിനെ, ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. ഔ കമാലിഹി ഫി അംരി മിനൽ ഉമൂർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിനുള്ള പരിപൂർണതയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അമാ തറ അന്ന കസറത അസ്മാഇൽ അസദി ദല്ലത അലാ കമാലി ഖുവതിഹി. അതുകൊണ്ട് തന്നെ നീ കണ്ടിട്ടില്ലേ, അന്ന കസറത അസ്മാഇൽ അസദി, ഒരു സിംഹത്തിന് ധാരാളം പേരുകൾ അറബിയിൽ പറയപ്പെടാറുണ്ട്. ദല്ലത അലാ കമാലി ഖുവതിഹി, ആ ഒരു കാര്യം അറിയിക്കുന്നത് ആ സിംഹത്തിന്റെ ശക്തിയിലുള്ള, അതിന്റെ കൂവത്തിലുള്ള പരിപൂർണതയാണ്. അത് പരിപൂർണമായ ശക്തിയുള്ള ഒരു ജീവിയാണെന്നുള്ള നിലക്കുള്ളത് കൊണ്ടാണ് സിംഹത്തിന് ധാരാളം പേരുകൾ വന്നതെന്നാണ്. അറബിയിൽ സിംഹത്തിന് ധാരാളം പേരുകളുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്ന 300-ലധികം പേരുകൾ അറബി ഭാഷയിൽ സിംഹത്തിന് മാത്രമായിട്ട് കാണാൻ കഴിയും. ജസീറത്തുൽ അറബിയിൽ സിംഹം ഉണ്ടായിരുന്നോ? ഇതൊന്നും സംശയമുള്ളൊരു കാര്യമാണ്. ഇക്കാലഘട്ടത്തിൽ ഏതായാലും സിംഹത്തിനെ ജസീറത്തുൽ അറബിൽ കാണാൻ കഴിയില്ല. പക്ഷേ സിംഹം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പല തെളിവുകളും വിരൽ ചൂണ്ടുന്നെന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഹിലിയ കവിതകളിലൊക്കെ സിംഹത്തിനെ ധാരാളം വർണ്ണിച്ചിട്ടും വിശേഷിപ്പിച്ചിട്ടൊക്കെയുള്ള വരികൾ കാണാൻ കഴിയും. മാത്രമല്ല ചില ചരിത്ര സംഭവങ്ങളിലൊക്കെ
സിംഹം കടന്നു വരുന്നുണ്ട്. അബൂജഹലിന്റെ മകനെ കൊല്ലുന്നത് ഒരു സിംഹമാണ്. ഇത് പല ചരിത്ര കഥകളിലൊക്കെ ഇങ്ങനെ സിംഹത്തിന്റെ സംഭവങ്ങൾ, സിംഹം കടന്നു വരുന്നതായിട്ട് കാണാൻ കഴിയും അറബി കഥകളിലൊക്കെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മുൻപ് കാലത്ത് ജസീറത്തുൽ അറബിൽ സിംഹം ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇക്കാലഘട്ടത്തിൽ ഏതായാലും സിംഹത്തിനെ കാണാൻ കഴിയില്ല. യമനിന്റെ ചില പ്രദേശങ്ങളിലൊക്കെ സിംഹമുള്ളതായിട്ട് പറയപ്പെടുന്നു. എന്തായാലും ശരി, ഇത് അറബിയിൽ അങ്ങനെ വ്യാപകമായി കണ്ടിരുന്ന ഒരു ജീവിയല്ല എന്തായാലും സിംഹം എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ജീവിക്ക് 300-ലധികം പേരുകൾ അറബി ഭാഷയിലുണ്ട്. ഇത് വിരൽ ചൂണ്ടുന്നത് ആ സിംഹത്തിന്റെ ശക്തിയിലുള്ള പരിപൂർണത കൊണ്ടാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അമാ തറ അന്ന കസറത്ത് അസ്മാഇൽ അസദി ദല്ലത്ത് അലാ കമാലി ഖുവതിഹി. നീ കണ്ടിട്ടില്ലേ സിംഹത്തിനുള്ള ധാരാളം നാമങ്ങൾ, അത് അറിയിക്കുന്നത് അതിന്റെ ശക്തിയിലുള്ള പരിപൂർണതയാണ്. വകസറത്തു അസ്മാഇൽ ഖിയാമ ദല്ലത്ത് അലാ കമാലി ശിദ്ദതിഹി വസഅബതിഹി. ഖിയാമത്ത് നാളിന് ധാരാളം നാമങ്ങളുണ്ട് എന്നുള്ളത് അത് അറിയിക്കുന്നത് ആ ഖിയാമത്ത് നാളിന്റെ കാഠിന്യത്തെയാണ്. വകസറത്തു അസ്മാഇദ് ദാഹിയ ശദാഇദുദ് ദഹർ ദല്ലത്ത് അലാ ശിദ്ദതി നികായതിഹ. അതുപോലെ തന്നെ കാലവിപത്തിന് ധാരാളം നാമങ്ങൾ അറബിയിൽ വരാൻ കാരണം ആ കാലവിപത്ത് എന്നുള്ളത് അതികഠിനമായതുകൊണ്ടാണ്. വകദാലിക കസറത്തു അസ്മാഇല്ലാഹി തദുല്ലു അസ്മാഇല്ലാഹി തആല ദല്ലത്ത് അലാ കമാലി ജലാലി അളമതിഹി. അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ധാരാളം നാമങ്ങൾ അത് ആ റബ്ബിന്റെ മഹത്വത്തെ, അളമത്തിനെയാണ് അറിയിക്കുന്നത്. വകസറത്തു അസ്മാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദല്ലത്ത് അലാ ഉലൂവി വതുബതിഹി. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ധാരാളം നാമങ്ങൾ അത് ആ പ്രവാചകന്റെ സ്ഥാനത്തിലുള്ള ഉയർച്ചയാണ് അറിയിക്കുന്നത്. വകദാലിക കസറത്തു അസ്മാഇൽ ഖുർആനി ദല്ലത്ത് അലാ ശറഫിഹി വഫളീലതിഹി. എന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അതിന്റെ നാമങ്ങളിലുള്ള ആധിക്യം ആ ഖുർആനിന്റെ ഷറഫിനെയും ഫളിലിനെയും ശ്രേഷ്ഠതയുമാണ് അറിയിക്കുന്നത്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ബസായിറു ദവി തംയീസ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ വാചകങ്ങളാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആന് ധാരാളം നാമങ്ങളുണ്ട്. ഷെയ്ഖ് ഹഫിളഹുല്ല ഇനി വിശുദ്ധ ഖുർആന്റെ ഏറ്റവും നമുക്കെല്ലാം പരിചിതമായ 5ഓളം നാമങ്ങളാണ് ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. ഷെയ്ഖ് ഹഫിളഹുല്ല പറയുന്നു, വലിൽ ഖുർആനിൽ കരീം അസ്മാഉൻ വ ഔസാഫുൻ. വിശുദ്ധ ഖുർആന് പേരുകളും വിശേഷണങ്ങളുമുണ്ട്. വഅസ്മാഉഹു അയ്യുഹൽ ഖിറാ അല്ലതി ഹിയ അലാമുൻ അലൈഹി. അങ്ങനെ വിശുദ്ധ ഖുർആന്റെ വിളിപ്പേരായിക്കൊണ്ട് ഉപയോഗിക്കുന്ന ചില പേരുകൾ ഖംസത്തുൻ 5 പേരുകളാണ് ഷെയ്ഖ് ഹഫിളഹുല്ല ഇവിടെ പറയുന്നത്. ആ പേരുകൾ എന്നുള്ളത് 1 അൽ ഖുർആൻ, 2 അൽ കിതാബ്, 3 അൽ ഫുർഖാൻ, 4 അത്തൻസീൽ, 5 അസ്സിക്ർ. ഈ 5 നാമങ്ങളാണ് ഷെയ്ഖ് ഹഫിളഹുല്ല ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നാമം അൽ ഖുർആൻ. ഖുർആൻ എന്നുള്ളതാണ് ഒന്നാമത്തെ നാമം. വഹാദൽ ഇസ്മു ഹുവ അഷ്ഹറു അസ്മാഇഹി വ അക്സറുഹാ ദിക്റൻ ഫി ആയാതിഹി. അല്ലാഹുവിൻ വിശുദ്ധ ഖുർആന്റെ നാമങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ നാമങ്ങളിൽപ്പെട്ടതാണ് ഖുർആൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പരാമർശിച്ചിട്ടുള്ള ഒരു പേരും ഖുർആൻ എന്നുള്ള ഈ നാമം തന്നെയാണ്. യഖൂലു ത്വാഹിർ ഇബ്നു ആഷൂർ റഹിമഹുല്ലാ. ത്വാഹിർ ഇബ്നു ആഷൂർ റഹിമഹുല്ലാ പറയുന്നു, ഫസ്മുൽ ഖുർആനി ഹുവൽ ഇസ്മുൽ ലദി ജുഇല അലമൻ അലൽ വഹീൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എന്നുള്ള നാമം അതെന്താണ്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ ഇറക്കപ്പെട്ട വഹീന് പറയുന്ന അലമ്, വിളിപ്പേരായിട്ടാണ് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ട വഹീനെ വിളിക്കുന്ന ഒരു പേരാണ്. വലം യസ്ബഖ് അൻ ഉത്ലഖ അലാ ഗൈരിഹി ഖബ്ലഹു. അതിനു മുൻപ് ഒരിക്കലും മറ്റൊരു വേദഗ്രന്ഥത്തിനും അത്തരം ഒരു പേര് അല്ലാഹു തആല നൽകിയിട്ടില്ല. വഹുവ അഷ്ഹറു അസ്മാഇഹി വ അക്സറുഹ ഉറൂദൻ ഫി ആയാതിഹി. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ നാമം ഖുർആൻ എന്നുള്ള നാമം തന്നെയാണ്. വിശുദ്ധ ഖുർആന്റെ നാമങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ നാമം ഖുർആൻ എന്നുള്ള നാമം തന്നെയാണ്. വ അക്സറുഹ ഉറൂദൻ ഫി ആയാതിഹി. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പരാമർശിച്ചിട്ടുള്ള നാമവും ഖുർആൻ എന്നുള്ള നാമം തന്നെയാണ്. വ അഷ്ഹറുഹ ദൗറാനൻ അലാ അൽസിനത്തി സലഫ്. സലഫുകളുടെ സംസാരത്തിൽ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ള നാമവും ഖുർആൻ എന്ന് തന്നെയാണെന്നാണ്. ഇത് അദ്ദേഹത്തിന്റെ അത്തഹരീർ വത്തൻവീർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്.
വഖദ് തകാസറത്തിൻ നുസൂസു ബിഹാദിഹി തസ്മിയ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ ഈ ഒരു പേര് അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ അദ്ദേഹം ചില ആയത്തുകൾ ഉദാഹരണമായിട്ട് കൊടുക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ടല്ലോ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണെന്ന്. അതുപോലെ തന്നെ കുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ പോലെ മറ്റൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചാൽ പോലും ലാ യഅതൂന ബിമിസ്ലിഹി, അതുപോലൊന്നും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള ആയത്ത്. ഇങ്ങനെ ധാരാളം ആയത്തുകളിൽ അല്ലാഹു തആല ഖുർആൻ എന്നുള്ള നാമം പ്രയോഗിച്ചതായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഖുർആൻ എന്നുള്ള നാമം അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിന്റെ നാമം എങ്ങനെ വന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് അതൊരു പേര് എന്നുള്ള നിലക്ക് വന്നതാണ്, അതല്ലെങ്കിൽ അറബിയിലെ മറ്റേതെങ്കിലും പദവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു നാമമല്ല, ഒരു വിളിപ്പേരാണത്. ഏതുപോലെ തൗറാത്തിനും ഇഞ്ചീലിനും ഒക്കെ ആ ഒരു പേര് വന്നതുപോലെ അതിന് ആ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട ആ ഗ്രന്ഥങ്ങൾക്ക് തൗറാത്ത് ഇഞ്ചീൽ എന്നുള്ള പേര് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട വഹീന് അല്ലാഹു തആല നൽകിയൊരു പേരാണ് ഖുർആൻ. അതല്ലാതെ അതിന് മറ്റ് ഇഷ്തിഖാക്കുകൾ മറ്റേതെങ്കിലും പദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പേരല്ല ഖുർആൻ എന്നുള്ളതാണ് ചില ഉലമാക്കൾ പറയുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം പണ്ഡിതന്മാർ പറയുന്നത് ഖറഅ എന്നുള്ള പദത്തിൽ നിന്ന് തന്നെയാണ് ഖുർആൻ വന്നിരിക്കുന്നത്, അഥവാ വായിക്കുക എന്നുള്ള പദത്തിൽ നിന്ന്. മാത്രമല്ല വായിക്കപ്പെടുന്നത് ഫുഅലാൻ എന്നുള്ള വസ്നിലാണ് ഖുർആൻ എന്നുള്ള പദം വന്നിരിക്കുന്നത് എന്നാണ്. അഥവാ വായിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ് ഇതിനുള്ളത്. അതിന് ഉലമാക്കൾ തെളിവും പിടിക്കുന്നുണ്ട്. ഇന്ന അലൈനഹു ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, നിശ്ചയമായും ആ ഖുർആന്റെ ജംഅ ചെയ്യലും അതുപോലെ തന്നെ ഓതിത്തരലും നമ്മുടെ മേലാണ് ബാധ്യത. ഫഇദാ ഖറഅനാഹു, നാം അത് വായിച്ചു തന്നു കഴിഞ്ഞാൽ ഫത്തബിഅ ഖുർആന, ആ വായനയെ ആ ഖിറാഅത്തിനെ നീ പിൻപറ്റുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ആയത്ത്. ഇത് വെച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് ഖറഅ എന്നുള്ള പദത്തിൽ നിന്നാണ് ഖുർആൻ എന്നുള്ള നാമം വന്നിരിക്കുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിറാഅത്ത് എന്ന് പറയുമ്പോൾ, വായിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരെ ഏതെങ്കിലും ഒരു എഴുതപ്പെട്ട രേഖകൾ വായിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഖിറാഅത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കൾ പറയുന്നത് കേവലം അത് മാത്രമല്ല, എഴുതപ്പെട്ട വരികൾ മാത്രമാണെന്നില്ല. നേരെ മറിച്ച് ഹൃദയത്തിൽ നിന്ന് എടുത്ത് ഓതുന്നതിന് ഖിറാഅത്ത് എന്ന് തന്നെ പറയാം. അതും ഖിറാഅത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഖിറാഅത്ത് നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരായണം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഓതുന്നതിനാണ്. മാത്രമല്ല ഖിറാഅത്തു ഫിസ്വല, നമസ്കാരത്തിലെ ഖിറാഅത്ത് എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നാണല്ലോ ഓതുന്നത്, ഖുർആൻ നോക്കിയിട്ടല്ലല്ലോ. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് എടുത്ത് ഓതുക എന്നുള്ള ഒരു അർത്ഥം കൂടിയാണ് ഇതിന് പ്രധാനമായിട്ടും വരുന്നത്. ഇവിടെ ഷെയ്ഖ് ഹഫിളഹുല്ല പറയുന്നത് വഹുനാക ഫർഖുൻ ബൈനൽ ഖുർആനി വ കലാമുള്ള, ഖുർആനും കലാമുള്ള അള്ളാഹുവിന്റെ വാക്യം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൽ ഖുർആനു അഖസ്സു മിനൽ ഖുർആൻ, ഖുർആൻ എന്നുള്ളത് ഫൽ ഖുർആനു അഖസ്സു മിനൽ കലാം, ഖുർആൻ എന്നുള്ളത് കലാം എന്നുള്ളതിനേക്കാൾ അഖസ്സാണ്, പ്രത്യേകമായതാണ്. ലിഅന്ന കലാമുള്ള യഷ്മിലുൽ ഖുർആന വൽ കുതുബ അസ്സമാവിയ വഗൈറുഹ മിൻ കലാമിഹി സുബ്ഹാനഹു. എന്നുവെച്ച് കഴിഞ്ഞാൽ കലാം എന്ന് പറയുമ്പോൾ മൊത്തത്തില് മുൻപ് കഴിഞ്ഞു പോയ എല്ലാ വേദഗ്രന്ഥങ്ങളും അള്ളാഹുവിന്റെ കലാം തന്നെയായിരുന്നു, അവയൊക്കെ അതിൽ ഉൾപ്പെടും, കലാം എന്നുള്ള ഇതിൽ ഉൾപ്പെടും. എന്നാൽ ഖുർആൻ എന്ന് പറയുമ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ആ വേദഗ്രന്ഥത്തിന് മാത്രമേ ഖുർആൻ എന്ന് പറയുള്ളൂ. വകദാലിക ബൈനൽ ഖുർആനി വ കുതുബില്ല, അതുപോലെ തന്നെ ഖുർആനും കുത്തുബില്ല അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളും തമ്മിൽ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ലിഅന്ന കുത്തുബുല്ലാഹി ആമത്തുൻ വശാമിലത്തുൻ ലിൽ കുത്തുബി സാബിക, കാരണം കുത്തുബുല്ല അള്ളാഹുവിന്റെ കുത്തുബുകൾ, അള്ളാഹു ഇറക്കിയ കുത്തുബുകൾ വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും. തൗറാത്തും ഇഞ്ചീലും മുൻകഴിഞ്ഞു പോയ എല്ലാ വേദഗ്രന്ഥങ്ങളും പെടും. അമ്മൽ ഖുർആനു ഫയഖ്തസ്സു ബി കിതാബില്ലാ അല്ലദി അൻസലഹു അലാ നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഖുർആൻ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ആ ഒരു വേദഗ്രന്ഥത്തിന് മാത്രം പറയുന്ന പേരാണ്. ഷെയ്ഖ് ഹഫിളഹുല്ല രണ്ടാമത്തെ ഇസ്മായി കൊണ്ട് പറയുന്നത് അൽ കിതാബ്, കിതാബ് എന്നുള്ള ഇസ്മാണ്.
അസ്ലുൽ കിതാബി ഫിൽ ലുഗ അൽ ജംഉ വൽ-ളം. ഭാഷയിൽ ഈ ഒരു പദത്തിന്റെ അസ്ല് എന്നുള്ളത്, കിതാബ് എന്നുള്ള പദത്തിന്റെ അസ്ല് ജംഉ ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. വസുമ്മിയ ബിദാലിക കമാ യഖൂലു അൽ ഇമാം അസ്-സറഖ്ശി റഹിമഹുല്ലാഹ്. ഖുർആന് കിതാബ് എന്നുള്ള പേര് വരാൻ കാരണം ലിഅന്നഹു യജ്മഉ അൻവാഅൻ മിനൽ ഖിസസി വൽ ആയാതി വൽ അഹ്കാം വൽ അഖ്ബാർ അലാ ഔജുഹിൻ മഖ്സൂസ. ഒരു പ്രത്യേക രീതിയിൽ അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ കിസസുകൾ, കഥകളും ആയാത്തുകളും അഹ്കാമുകളും അഖ്ബാറുകളും വിവരങ്ങളൊക്കെ ഏകോപിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് കിതാബ് എന്നുള്ള പേര് വിശുദ്ധ ഖുർആന് നൽകാൻ കാരണമെന്നാണ്. അതുപോലെ തന്നെ കിതാബ് എന്നുള്ളത് ജംഉ, അൽ ജംഉ വൽ-ളമ്മു, ഒരുമിച്ച് കൂട്ടുക, ഏകോപിപ്പിക്കുക എന്നൊക്കെയാണ്. ഏകോപിപ്പിക്കുക, ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെയാണ് ഭാഷയിൽ അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇപ്പൊ എഴുതുക എന്നുള്ളതിന്, എഴുത്തിന് നമ്മള് കിതാബ്, കതബ എന്ന് പറയാൻ കാരണം അതിൽ നമ്മൾ ധാരാളം ഹുറൂഫുകൾ, അക്ഷരങ്ങളെ ഏകോപിച്ച് കൂട്ടുകയാണല്ലോ. എന്തായാലും ശരി, വിശുദ്ധ ഖുർആന് കിതാബ് എന്നുള്ള പേരുണ്ട്. അതിന് ആ ഒരു പേര് വരാൻ കാരണം ഇതാണെന്നാണ്. വയഖൂലുൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാ, ഇമാം സുയൂത്തി റഹിമഹുല്ലാ പറയുന്നു, ഫഅമ്മാ തസ്മിയതുഹു കിതാബൻ, എന്നാൽ വിശുദ്ധ ഖുർആന് കിതാബ് എന്ന പേര് വരാൻ കാരണം ഫലിജംഇഹി അൻവാഉൽ ഉലൂം വൽ ഖിസസ് വൽ അഖ്ബാർ, വ്യത്യസ്തങ്ങളായ ഉലൂമുകൾ, വിജ്ഞാനങ്ങൾ, അതുപോലെ തന്നെ ഖിസസുകൾ, സംഭവ കഥകൾ, വൽ അഖ്ബാർ, വിവരങ്ങൾ, അല അബുലാഇ വജ്ഹിൻ, ഏറ്റവും അബുലാആയിക്കൊണ്ട് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിശുദ്ധ ഖുർആന് ഇത്തരം കിതാബ് എന്ന പേര് വരാൻ കാരണമെന്ന് സുയൂത്തി റഹിമഹുല്ലാഹ് പറയാണ്. വൽ കിതാബു ലുഅതൻ അൽ ജംഉ, ഭാഷയിൽ കിതാബിന്റെ അർത്ഥം ജംഉ ചെയ്യുക എന്നുള്ളതാണ്. വലിദ് ദക്തൂർ മുഹമ്മദ് ദാറാസ് റഹിമഹുല്ലാഹ് കലാമുൻ ഖയ്യിം ഫി വജ്ഹി തസ്മിയത്തിൽ ഖുർആൻ ബിൽ ഖുർആനി വ ബി കിതാബില്ലാഹ്. ഷെയ്ഖ് പറയുന്നു, മുഹമ്മദ് ദാറാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ഖുർആന് എന്തുകൊണ്ട് ഖുർആൻ എന്നും കിതാബ് എന്നും പേര് വരാൻ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ നല്ല ചില കാര്യങ്ങൾ, ചില വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അന്നബഉൽ അലീം എന്ന ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്. മുഹമ്മദ് ദാറാസ് റഹിമഹുല്ലാഹ് പറയുന്നു, വഫി തസ്മിയതിഹി ബിഹാദൈനിൽ ഇസ്മൈനി ഇശാറത്തുൻ ഇലാ അന്ന മിൻ ഹഖ്ഖിഹി അൽ-ഇനായ ബിഹിഫ്ളിഹി ഫി മൗദിഇൻ ലാ ഫി മൗദിഇൻ വാഹിദ്. വിശുദ്ധ ഖുർആന് ഖുർആൻ എന്നും കിതാബ് എന്നും പേര് വന്നതിൽ നിന്നും, ആ ഒരു പേര് നൽകിയതിൽ നിന്നും ഒരു സൂചനയുണ്ട്, നമുക്ക് മനസ്സിലാക്കാം, ഒരു സൂചന മനസ്സിലാക്കാം. ഇഷാറത്തുൻ ഇല അന്ന മിൻ ഹഖ്ഖിഹി, ആ ഖുർആൻ അതിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അൽ-ഗിനായ ബിഹിഫ്ളിഹി, ആ അവകാശം എന്നുള്ളത് ആ ഖുർആനെ നാം സംരക്ഷിക്കണം. ഫി മൗദിഇൻ, രണ്ട് സ്ഥലങ്ങളിൽ, ലാ ഫി മൗദിഇൻ വാഹിദ്, ഒരൊറ്റ സ്ഥലത്ത് മാത്രം സൂക്ഷിച്ചാൽ പോരാ, രണ്ട് സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം എന്നതിലേക്ക് ഒരു സൂചനയുണ്ടെന്നാണ്. യാനി അഥവാ അന്നഹു യജിബു ഹിഫ്ലുഹു ഫി സുദൂർ വസ്സുത്തൂർ ജമിഅൻ, ഒരേ സമയം തന്നെ സുത്തൂർ, വരികളിലും ഈ ഖുർആനെ എഴുതി സൂക്ഷിച്ചു വെക്കണം, വരികളിലൂടെ എഴുതി സൂക്ഷിച്ചു വെക്കണം. അതേസമയം തന്നെ ഹൃദയത്തിൽ ഹിഫ്ലാക്കിക്കൊണ്ടും ആ വിശുദ്ധ ഖുർആനെ സൂക്ഷിച്ചു വെക്കണം എന്നാണ്. അൻ തളല്ല ഇഖ്ദാഹുമ ഫതദ്കുർ ഇഖ്ദാഹുമൽ ഉഖറ, അതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റൊന്ന് കൊണ്ട് നമുക്ക് ഈ ഖുർആനെ വീണ്ടെടുക്കാനാകും എന്നുള്ളതാണ് അതിന്റെ ഒരു ഫള്, അതിന്റെ ഒരു പ്രത്യേകത. ഈ രണ്ട് സ്ഥലങ്ങളിലും എടുത്തു വെക്കുകയാണെങ്കിൽ, അഥവാ നമ്മൾ പറഞ്ഞല്ലോ ഖുർആൻ എന്നുള്ള ആ നാമം, ആ നാമത്തിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചത് ഓതുക എന്ന് പറഞ്ഞല്ലോ. അപ്പോ അവിടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ ഹിഫ്ള് നടത്തിക്കൊണ്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക, പിന്നെ കിതാബായിക്കൊണ്ട് എഴുതി വെച്ചുകൊണ്ട് സുത്തൂറുകളിൽ, വരികളിൽ അത് എഴുതി വെച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പാരായണം ചെയ്യുക. ഈ രണ്ട് മസ്ദറുകളിൽ നിന്നും ഖുർആനെ സ്വീകരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു മസ്ദർ നഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റൊന്ന് നമുക്ക് അതിനെ
വീണ്ടെടുക്കാൻ സഹായകമാവും. ഫലാ സിക്കത്തലന ബിഹിഫ്ലി ഹാഫിലിൻ ഹത്ത യുവാഫിക റസ്മ അൽ മുജ്മഅ അലൈഹി മിനൽ അസ്ഹാബിൽ മൻകൂലു ഇലൈന ജിയലൻ ബഅദ ജിൽ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാഫിലിന്റെയും ഹൈഫുലിൽ പരിപൂർണമായിട്ട് വിശ്വാസമല്ല. ഹത്ത യുവാഫിക റസം, എപ്പോഴല്ലാതെ നമുക്ക് തലമുറകളിലായിട്ട് ആ ഖുർആനിന്റെ കോപ്പികൾ എഴുതപ്പെട്ട അസ്ഹാബുൽ മൻകൂൽ, ആ ഖുർആനെ നമുക്ക് കൈമാറ്റം ചെയ്തു തന്ന അത്തരം ആളുകൾ എഴുതപ്പെട്ട അവരുടെ കോപ്പികൾ, ആ കോപ്പികളിലുള്ളതുമായിട്ട് ഇയാളുടെ ഹിഫ്ള് ഒത്തു വന്നാലല്ലാതെ നമുക്ക് അയാളെ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അല ഹൈഅതിഹില്ലതി ബുലിഅ അലൈഹ അവ്വലി മറ, ആ ഖുർആൻ അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇറക്കിയപ്പോ ഏതൊരു രൂപത്തിലായിരുന്നു, അതേ രൂപത്തിൽ സഹാബികൾ ഇവരൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ആ എഴുതി സൂക്ഷിച്ച രേഖകളോട് ഒത്തുവന്നാലല്ലാതെ ഒരു ഹാഫിളിന്റെയും ഹിഫ്ലിനെ, ഒരു മനപ്പാടമാക്കിയ ആളുടെയും ഹിഫ്ലിനെ നമുക്ക് സിക്കത്ത് കൽപ്പിക്കാൻ പറ്റില്ല, വിശ്വസ്തത കൽപ്പിക്കാൻ പറ്റില്ല. വലാ സിക്കത്തലന ബി കിതാബത്തി കാത്തിബിൻ, അതുപോലെ തന്നെ നമുക്ക് ഒരു കാത്തിബിന്റെയും ഒരു എഴുത്തുകാരന്റെയും കിതാബത്തിനെ, അയാൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് ഖുർആനെ, ആ കോപ്പിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഹത്താ യുവാഫിക മാ ഹുവ ഇൻദൽ ഹുഫാളി ബിൽ ഇസ്നാദി സ്വഹീഹിൽ മുതവാത്തിർ, എപ്പോഴല്ലാതെ മുത്തവാത്തിറായ നിലക്ക് അതിന്റെ സനദോടുകൂടി ഖുർആനെ ഹിഫ്ളാക്കിയ ഹാഫിളുമാർ, അവരുടെ ഹിഫ്ലിനോട് ഇയാൾ എഴുതി സൂക്ഷിച്ച ഖുർആന്റെ കോപ്പിയും ഏകോപിച്ചു വന്നാലല്ലാതെ, അവരുടെ ഹിഫ്ലിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇയാൾ എഴുതി സൂക്ഷിച്ചിട്ടുള്ളെങ്കിൽ ആ ഒരു കോപ്പിയെ, ആ ഒരു കിതാബത്തിനെ നമുക്ക് വില കൽപ്പിക്കാൻ പറ്റില്ല. വബിഹാദ ബഖിയൽ ഖുർആനു മഹ്ഫൂളൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലക്കാണ് ഖുർആന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഇൻജാസൻ ലിവഅദില്ലാഹില്ലദി തകഫല ബിഹിഫ്ലിഹി. ഇപ്പോ ഈ ഒരു കാര്യം എന്നുള്ളത് അള്ളാഹുവിന്റെ ആ ഒരു വഅദ്, അള്ളാഹുവിന്റെ ആ ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയമായി നാമാണ് ഈ ഖുർആനെ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അഥവാ രണ്ട് സ്ഥലങ്ങളിലും ഒരേ സമയം വരികളിലൂടെ എഴുതപ്പെട്ടിട്ടും അതേസമയം ഹിഫ്ലിലൂടെ ജനഹൃദയങ്ങളിൽ ഈ ഖുർആനെ സ്ഥാപിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആനെ സംരക്ഷിച്ചിരിക്കുകയാണ്. വദല്ലത്ത് അലാ തസ്മിയതിഹി ബിൽ കിതാബി ആയാതുൻ കസീറ, ഈ കിതാബ് എന്നുള്ള ഇസ്മ ഖുർആൻ ഉണ്ട് എന്നുള്ളത് ധാരാളം ആയത്തുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്ത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ഖുർആനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. നിശ്ചയമായ ആ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ സൂറത്തുൽ കഹഫിന്റെ 1-ാമത്തെ ആയത്തിലും അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലൻ യജഅൽ ലഹു ഇവജ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ആ റബ്ബിന്റെ പ്രത്യേകത എന്നുള്ളത് അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ, അവന്റെ അടിമകളുടെ മേല്, അവന്റെ അടിമയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിതാബ് ഇറക്കി കൊടുത്തിരിക്കുന്നു. വലൻ യജഅൽ ലഹു ഇവജ, അതിന് യാതൊരു ഇവജും അല്ലാഹു തആല കൊടുത്തിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹഫിന്റെ 1-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഖാല ത്വാഹിർ ഇബ്നു ആഷൂർ റഹിമഹുല്ലാ, ഇമാം ത്വാഹിർ ഇബ്നു ആഷൂർ റഹിമഹുല്ലാ പറയുന്നു, വഫി ഹാദിഹി തസ്മിയ, ഈ കിതാബ് എന്നുള്ള നാമം നൽകിയതിൽ മുഅ്ജിസത്തുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്തും കാണാൻ കഴിയും. ബി അന്നമാ ഊഹിയ ഇലൈഹി സയുക്തബ് ഫിൽ മസാഹിഫ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രവാചകന് വഹി നൽകപ്പെട്ട ആ കാര്യം അത് താമസിയാതെ മസാഹിഫുകളിൽ രേഖപ്പെട്ട രൂപത്തിൽ അത് സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു മുഅ്ജിസത്ത് കൂടി ഈ ഒരു ആയത്തുകളിൽ ഉണ്ടെന്നാണ്. അഥവാ വിശുദ്ധ ഖുർആന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഒരു കിതാബ് എന്നുള്ള രൂപത്തിൽ നിലവിലുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ആ സമയത്തും ഖുർആനിൽ അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആനെ വിശേഷിപ്പിച്ചത് അതിന്റെ നാമമായിക്കൊണ്ട് പറഞ്ഞത് കിതാബ് എന്നാണ്. അന്ന് ആ പറയുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ കിതാബ് എന്നുള്ള രൂപത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇക്കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയോ മുസാഫികളിലൂടെ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു സൂചന കൂടി, അത്തരം ഒരു മുഅ്ജിസത്ത് കൂടി ഈ ഒരു ആയത്തിലുണ്ട് എന്നാണ് ത്വാഹിർ ഇബ്നു ആഷൂർ റഹിമഹുല്ലാ പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ അത്തഹരീർ വ തൻവീർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. 3-ാമത്തെ നാമം അൽ ഫുർഖാൻ എന്നുള്ളതാണ്.
ഫുർഖാൻ എന്നുള്ള നാമാണ് മൂന്നാമത്തേത്. സുമ്യ ബിദാലിക ലിഅന്നഹു ഫറഖ ബൈനൽ മുത്തളാദ്ദൈൻ. ആ ഒരു പേര് വരാൻ കാരണം ഈ ഖുർആൻ രണ്ട് വൈരുദ്ധ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതാണ്. ഹൈസു മയ്യസ ബൈനൽ ഹഖ് വൽ ബാത്തിൽ, പരസ്പര വിരുദ്ധങ്ങളായ ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ച് കാണിക്കുന്നു. ഫിൽ അഅ്തിഖാദ്, വിശ്വാസ കാര്യങ്ങളിൽ. വഫറഖ ബൈനൽ ഹലാലി വൽ ഹറാമി ഫിൽ അഹ്കാം, അതുപോലെ തന്നെ അഹ്കാമുകളിൽ, വിധിവിലക്കുകളിൽ ഹലാലിനെയും ഹറാമിനെയും വേർതിരിക്കുന്നു. യഖൂൽ ഇബ്നു മൻദൂർ റഹിമഹുല്ലാ, ഇബ്നു മൻദൂർ റഹിമഹുല്ലാ പറയുന്നു, ഫകുല്ലു മാ ഫുർരിഖ ബൈനൽ ഹഖ് വൽ ബാത്തിൽ ഫഹുവ ഫുർഖാനുൻ, ഹക്കിനെയും ബാത്തിനെയും വേർതിരിക്കുന്ന എല്ലാം ഫുർഖാനാണ്. വയഖൂൽ ഇബ്നുൽ അസീർ റഹിമഹുല്ലാ, ഇമാം ഇബ്നുൽ അസീർ റഹിമഹുല്ലാ പറയുന്നു, അൽ ഫുർഖാനു മിൻ അസ്മാഇൽ ഖുർആൻ, ഫുർഖാൻ എന്നുള്ളത് ഖുർആനിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ്. ഐ അന്നഹു ഫാരിഖുൻ ബൈനൽ ഹഖ് വൽ ബാത്തിൽ, അഥവാ ആ ഖുർആൻ എന്നുള്ളത് ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിക്കുന്നതാണ്. വൽ ഹലാലി വൽ ഹറാം, ഹലാലിനെയും ഹറാമിനെയും വേർതിരിക്കുന്നതാണ്. ഇത് അദ്ദേഹത്തിന്റെ അന്നിഹായയിൽ പറഞ്ഞതാണ്. വഖദ് വറദത്തിൽ ആയാത്തുൽ കരീമ ബിഹാദിഹി തസ്മിയ, ഈ ഒരു പേര് പരാമർശിച്ചിട്ടുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്ത് ബഖറയുടെ 185-ാമത്തെ ആയത്തിൽ ഫുർഖാൻ എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിന്റെ 1-ാമത്തെ ആയത്തിലും അല്ലാഹു തആല പറയുന്നത് തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ എന്ന് സൂറത്തുൽ ഫുർഖാനിന്റെ 1-ാമത്തെ ആയത്തിലും അല്ലാഹു തആല പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. യഖൂലുൽ ഇമാമു തുബരി റഹിമഹുല്ലാ, ഇമാം തുബരി റഹിമഹുല്ലാ പറഞ്ഞു, ഫി വജ്ഹി തസ്മിയത്തുൽ ഖുർആനി ഫുർഖാനൻ, ഖുർആനിന് ഫുർഖാൻ എന്നുള്ള നാമം വന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് ഇമാം തുബരി റഹിമഹുല്ലാ പറഞ്ഞു, ഇന്നൽ ഖുർആന സുമ്മിയ ഫുർഖാനൻ, ഖുർആനിന് ഫുർഖാൻ എന്ന് പേര് വരാൻ കാരണം ലിഫസ്ലിഹി ബിഹജ്ജതിഹി വഅദില്ലതിഹി വഹുദൂദിഹി വഫറാഇലിഹി വസായിരി മആനി ഹുക്മിഹി, ആ ഖുർആൻ അതിന്റെ ഹുജ്ജത്ത് കൊണ്ടും അതിന്റെ പ്രമാണം കൊണ്ടും അതിന്റെ തെളിവ് കൊണ്ടും അതുപോലെ തന്നെ അതിന്റെ വിധിവിലക്കുകൾ കൊണ്ടും ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ചത് കൊണ്ടാണ്, ഫസല് ചെയ്തത് കൊണ്ടാണ് ഖുർആൻ അങ്ങനെ പേര് വരാൻ കാരണം എന്നാണ്. വഫുർഖാനഹു ബൈനഹുമ ബിനസ്രിൽ മുഹക്ക വത്തഖ്ദീലഹു അൽ മുബ്തില വഹുക്മൻ വഖലാഅൻ, ഹക്കിനെയും ബാത്തിലിനെയും തീർത്തും വേർതിരിച്ചു, അങ്ങനെ ഹക്കിനെ സഹായിക്കുകയും ബാത്തിലിനെ തകർക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഫുർഖാൻ എന്നുള്ള പേര് ഖുർആൻ വരാൻ കാരണമെന്നാണ്. 4-ാമത്തെ നാമം അത്തൻസീൽ, തൻസീൽ എന്നുള്ളതാണ്. സുമ്മിയ ബിദാലിക ലിഅന്നഹു മുനസ്സലുൻ മിൻ ഇൻദില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടത് കൊണ്ടാണ് തൻസീൽ എന്നുള്ള പേര് വരാൻ കാരണം. തൻസീൽ എന്ന് പറയുമ്പോൾ ഇറക്കല എന്നാണല്ലോ അർത്ഥം, നസല ഇറങ്ങി എന്നാണല്ലോ. ഖാല സുബ്ഹാനഹു, അല്ലാഹു തആല പറഞ്ഞു, വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, നിശ്ചയമായിട്ടും ഇത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ തൻസീലാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സൂറത്തു ഷുആറയുടെ 192-ാമത്തെ ആയത്തിലാണ്. മാത്രമല്ല സൂറത്തു സജദയുടെ 1-2 ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞു, അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ, തൻസീലുൽ കിതാബ് എന്ന് അല്ലാഹു തആല ഈ ആയത്തിൽ പ്രയോഗിച്ചായിട്ട് കാണാൻ കഴിയും. യഖൂൽ ഷെയ്ഖ് അസ്സഅദി റഹിമഹുല്ലാ, ഷെയ്ഖ് നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ലാ പറഞ്ഞു, യുഖ്ബിറു തആല അന്ന ഹാദൽ കിതാബുൽ കരീം തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്നുള്ള തൻസീലാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണെന്നാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലദീ റബ്ബാഹും ബിനിഅമതിഹി, ആ റബ്ബ് ആ ലോകരെ എല്ലാം തന്നെ അവന്റെ നിഅമത്ത് കൊണ്ട് പരിപാലിച്ചവനാണ്. വമിൻ അഅലമി മാ റബ്ബാഹും ബിഹി, അങ്ങനെ അല്ലാഹു തആല ആ ലോകത്തിലെ ആളുകളെ പരിപാലിച്ചതിൽ വെച്ച് ഏറ്റവും അഅലമായ ഏറ്റവും മഹത്തായതെന്ന് പറയുന്നത് ഹാദൽ കിതാബ്, ഈ വിശുദ്ധ ഖുർആനാണ്. അല്ലദീ ഫീഹി കുല്ലു മാ യുസ്ലിഹു അഹ്വാലിഹിം, ആ ലോകരീയരുടെ എല്ലാ അവസ്ഥകളെയും നന്നാക്കി തീർക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ ഖുർആനിലുണ്ട്. വയുതമ്മിമു അഖ്ലാഖഹും, മാത്രമല്ല അവരുടെ ഖുൽഖുകളെ, അവരുടെ സ്വഭാവത്തെ പൂർത്തീകരിക്കുന്ന, അന്നഹു ലാ റൈബ ഫീഹി വലാ ശക്ക വലാ ഇംതിറ, ആ ഖുർആൻ എന്ന് പറയുന്നത് അതിൽ യാതൊരു റൈബ്, സംശയമോ ഒന്നും തന്നെ ആ ഖുർആനിലില്ല, ശക്കോ ഒന്നും തന്നെ ആ ഖുർആനിലില്ല. 5-ാമത്തെ നാമം അദ്ദിക്ർ, ദിക്ർ എന്നുള്ളതാണ്. സുമ്മിയ ബിദ്ദിക്ർ, അതിന്
ഖുർആനിന് ദിക്ർ എന്ന് പേര് വരാൻ കാരണം ലിമാ ഫീഹി മിനൽ മവാഇലി വ അഖ്ബാരിൽ അംബിയ വ അഖ്ബാരിൽ ഉമമി സാബിക. ജനങ്ങളെ ഉത്ബോധനം നൽകുന്ന, ഉപദേശം നൽകുന്ന ധാരാളം ഉപദേശങ്ങളും അതുപോലെ തന്നെ അത്തരം അമ്പിയാക്കന്മാരുടെ വിവരങ്ങളും മുൻകഴിഞ്ഞുപോയ സമുദായങ്ങളെക്കുറിച്ചുള്ള സംഭവ കഥകളൊക്കെ അതിലുള്ളത് കൊണ്ടാണ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, നിശ്ചയമായിട്ട് നാം നിന്നിലേക്ക് ഈ ദിക്റിനെ ഇറക്കിയിരിക്കുന്നു, ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി, മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ എന്ന് സൂറത്തു നഹലിന്റെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വഖാലു സുബ്ഹാനഹു, അല്ലാഹു തആല പറഞ്ഞു, വഹാദാ ദിക്റുൻ മുബാറകുൻ അൻസൽനാഹു അഫ അൻതും ലഹു മുൻകിറൂൻ. ഇവിടെയും സൂറത്തു അംബിയാന്റെ 50-ാമത്തെ ആയത്തിലും അല്ലാഹു തആല ദിക്ർ എന്ന് പ്രയോഗിച്ച് കാണാൻ കഴിയും. വഹാദാ ദിക്റുൻ, ഇതൊരു ദിക്റാകുന്നു, മുബാറക്കുൻ, ബർക്കത്ത് നൽകപ്പെട്ട, അൻസൽനാഹു, നാം അതിനെ ഇറക്കി, അഫ അൻതും ലഹു മുൻകിറൂൻ, എന്നിട്ട് നിങ്ങൾ അതിനെ എതിർക്കുകയാണെന്ന് അല്ലാഹു തആല സൂറത്തു അംബിയാന്റെ 50-ാമത്തെ ആയത്തിൽ പറയുന്നു. യഖൂലുൽ ഇമാമു തുബരി റഹിമഹുല്ലാ, ഇമാം തുബരി റഹിമഹുല്ല പറയുന്നു, ഫി വജ്ഹി തസ്മിയതിഹി ബിദ്ദിക്ർ, ഇതിന് ഖുർആനിന് ദിക്ർ എന്ന് പേര് വരാൻ കാരണം രണ്ട് ആശയങ്ങളാലാകാം എന്നാണ്. അഹദുഹുമ, ഒന്നാമത്തെ ആശയം, അന്നഹു ദിക്റും മിനല്ലാഹി ജല്ല ദിക്റുഹു ദക്കറ ബിഹി ഇബാദഹു ഫഗറഫഹു ഫീഹി ഹുദൂദഹു വഫറായിലഹു വസായിറ മാ ഔദഅഹു മിൻ ഹുക്മിഹി. അന്നഹു ദിക്റും മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു ദിക്റാണ്, ഓർമ്മപ്പെടുത്തലാണ്. ജല്ല ദിക്റുഹു ദക്കറ ബി ഇബാദിഹി, അല്ലാഹു തആല ഈ ഒരു ഖുർആനെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഫഗറഫഹും, അവരെ തിരിച്ചറിവുള്ളവരാക്കുകയാണ്. ഹുദൂദഹു വഫറായിലഹു, അവന്റെ വിധിവിലക്കുകളും അവൻ ഫർലാക്കിയ കാര്യങ്ങളും. വസായിറ മാ ഔദഅഹു മിൻ ഹുക്മിഹി, മാത്രമല്ല അവൻ നിശ്ചയിച്ചിട്ടുള്ള ഹുക്കുമുകളെ കുറിച്ചിട്ടൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് ഇതിന് ദിക്ർ എന്ന് പേര് വരാൻ കാരണമെന്നാണ് ഒരു ആശയമായി കൊണ്ട് പറയുന്നത്. വൽ ആഖർ, രണ്ടാമതായിട്ട് ഇതിന്റെ ആശയമായി പറയുന്നത്, അന്നഹു ദിക്റുൻ വശറഫുൻ വഫഖറുൻ ലിമൻ ആമന ബിഹി വസിദ്ഖുൻ വസദ്ദക ബിമാ ഫീഹി. അന്നഹു ദിക്റുൻ, നിശ്ചയമായിട്ടും ഈ വിശുദ്ധ ഖുർആൻ ഒരു ദിക്റാണ്, ഒരു പ്രശസ്തിയാണ്. വഷറഫുൻ, അതൊരു ശ്രേഷ്ഠതയാണ്. വഫഖറുൻ, ഒരു ഔന്നിത്യം നടിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ലിമൻ ആമന ബിഹി, ആർക്ക്? ആ ഖുർആനെ വിശ്വസിച്ചവർക്ക്. വസദ്ദക ബിമാ ഫീഹി, ആ ഖുർആനിലുള്ള ആളുകൾക്ക്, ആ ഖുർആനിലുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തിയ ഒരാൾക്കും. അത്തരം ആളുകൾക്കുള്ള ഒരു ദിക്റായിട്ടാണ് ഖുർആൻ മാറും എന്നുള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ ദിക്ർ എന്ന് പേര് പറയാൻ കാരണം എന്നാണ്. ദിക്ർ എന്ന് പറയുമ്പോൾ പ്രശസ്തിയാവുക, അതൊരു വലിയ ഫളലും ശ്രേഷ്ഠതയൊക്കെ ആവുക എന്നൊക്കെ അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. കമാ കാല ജല്ല സനാഉഹു, ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞതുപോലെ, വ ഇന്നഹു ലദിക്റുൻ ലക വലി ഖൗമിക, നിശ്ചയമായിട്ടും ഈ ഖുർആൻ ലദിക്റുൻ ലക, നിനക്കുള്ള ഒരു ദിക്റാണ്, ഓർമ്മപ്പെടുത്തലാണ്. വലി ഖൗമിക, നിന്റെ കൗമിനുമുള്ള. ഇവിടെ ദിക്ർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാനി ബിഹി അന്നഹു ഷറഫുൻ ലഹു വലി ഖൗമിഹി, പ്രവാചകനും ആ പ്രവാചകന്റെ സമൂഹത്തിനും അദ്ദേഹത്തിന്റെ കൗമിനുമുള്ള ഒരു ഷറഫാണ്, ശ്രേഷ്ഠതയാണ് വിശുദ്ധ ഖുർആൻ എന്നാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും നമ്മൾ അറബികളെ ഓർക്കുന്നത് ഈ ഖുർആന് കാരണം കൊണ്ടാണല്ലോ. ആ ഖുർആൻ അറബി ഭാഷയിൽ ഇറങ്ങിയത് കൊണ്ടാണ് നമ്മൾ ആ അറബി ഭാഷയ്ക്ക് ഇന്നും ലോക ജനഹൃദയങ്ങൾക്കിടയിൽ തന്നെ ഇത്രയും വലിയ സ്ഥാനവും ശ്രേഷ്ഠതയും നൽകുന്നത്. അപ്പോ ആ ഒരു അർത്ഥത്തിലും ഖുർആനെ ദിക്ർ എന്ന് പറയുന്നുണ്ടെന്നാണ്. അതൊരു ശ്രേഷ്ഠതയും ഫളലും പ്രശസ്തിയും എന്നുള്ള നിലക്കും ഖുർആന് ദിക്ർ എന്ന് പേര് വന്നിട്ടുണ്ടാകാമെന്നാണ് ഇമാം തുബരി റഹിമഹുല്ല സൂചിപ്പിക്കുന്നത്. ഫഹാദിഹി അയ്യുഹൽ അഹിബ്ബ അൽ കിറാം അസ്മാഉൽ ഖുർആനിൽ ഖംസ. അപ്പോൾ ഈ പറഞ്ഞ 5 നാമങ്ങൾ, ഇതാണ് വിശുദ്ധ ഖുർആന്റെ പ്രധാനപ്പെട്ട 5 നാമങ്ങൾ. വാഷ്ഹറുഹ ഇസ്മുൽ ഖുർആനി വൽ കിതാബ്, ഇതിൽ ഏറ്റവും പ്രസിദ്ധമായത് ഖുർആൻ എന്നും കിതാബും എന്നുള്ള നാമങ്ങളാണ്. വയംബഴി അലൈന അൻ നഅലമ അന്നൽ ഖുർആന കമാ ലഹു അസ്മാഉൻ വ അഅലാമുൻ. ഇവിടെ നാം അറിയേണ്ട ഒരു കാര്യം, ഖുർആനിന് ഇത്തരം ധാരാളം നാമങ്ങളും വിളിപ്പേരുകളും ഉണ്ട് എന്നുള്ളത് പോലെ കദാലിക ലഹു ഔസാഫുൻ ദല്ലത്ത് അലൈഹ നുസൂസുൽ കിതാബി വസ്സുന്ന, അതിന് ധാരാളം വസ്ഫുകളും സിഫത്തുകളും ഉണ്ട്. വിശുദ്ധ ഖുർആന് ഹദീസ് അറിയിച്ചു തന്ന ധാരാളം സിഫത്തുകളും ഈ വിശുദ്ധ ഖുർആനുണ്ട്. വഫായിദത്തു മഅരിഫത്തു ദാലിക, ഇവയെല്ലാം അറിയുന്നതിന്റെ ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹത്ത നുമയ്യിസു ബൈനൽ ഇസ്മി വസിഫ, നമുക്ക് ഈ ഇസ്മിനെയും
പേരിനെയും സിഫത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. വകദാലിക ലിയർതഫിഅ ശഅ്നുൽ ഖുർആനി ഇൻദന, നാം ഈ ഒരു ഖുർആനിന്റെ ഇസ്മുകളെയും ഇതുപോലെ തന്നെ അതിന്റെ സിഫത്തുകളെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഖുർആനുള്ള സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ ഉയരും. കാരണം അതിന്റെ ഫളിനെയും അതിന്റെ ഗുണത്തെയാണല്ലോ ഈ പേരുകളും സിഫത്തുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫമാരിഫത്തു അസ്മാഇൽ ഖുർആനി വസിഫാത്തിഹി മിൻ അഅ്ളമിൽ അസ്ബാബിൽ മുഈന ബിഔനില്ലാഹി അലാ തദബ്ബുരി ആയാത്തിൽ ഖുർആനി വൽ അമലി ബിഹി, ഖുർആൻ കൊണ്ട് അമല് ചെയ്യുവാനും ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കാനും ഏറ്റവും സഹായകമായ ഒരു കാര്യമാണ് ആ ഖുർആനിന് അല്ലാഹു തആല നൽകിയിരിക്കുന്ന പേരുകളെയും അതിന് നൽകിയിരിക്കുന്ന സിഫത്തുകളെയും കുറിച്ചിട്ട് തിരിച്ചറിയലും അതിന്റെ ആശയങ്ങളേക്കൊക്കെ ചിന്തിക്കലും. വഖദ് തതസാഅലൂന സാദകുമുല്ലാഹു ഹിർസൻ അൻ അഹമ്മി ഔസാഫിൽ ഖുർആനി അല്ലതി ജാഅ ബിഹൻ നുസൂസ് ബഅദ അൻ അറഫ്തും അസ്മാഅഹു, ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം ഈ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്തുകൾ ഏതൊക്കെയാണ്. അപ്പൊ നമ്മളിവിടെ അസ്മാകളെ കുറിച്ച് അറിഞ്ഞല്ലോ, ഇനിയിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്തുകൾ ഏതൊക്കെയുണ്ട് വിശുദ്ധ ഖുർആന് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. വഹാദ മാ സനുജീബുക്കും അൻഹു ബിഔനില്ലാഹി അൽ കബീർ അൽ മുതആലി ഫീ തതിമ്മത്തിൽ മഖാൽ. ഇൻഷാ അല്ലാഹ് അടുത്ത ലേഖനത്തിൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നാം നൽകുന്നതായിരിക്കും. ഇതാണ് ഷേഖ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അവസാനമായിട്ട് പറയുന്നത്. എന്തായാലും വിശുദ്ധ ഖുർആന്റെ നാമങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനെ അറിഞ്ഞുകൊണ്ട് ആ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുവാനും അത് ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.